ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. എൻ്റെ പേര് മുഹമ്മദ് സയാദ്. നമുക്കിന്ന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള അസിസ്റ്റന്റ് മാനേജർ അതുപോലെ തന്നെ അസിസ്റ്റന്റിന് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളും എന്താണെന്ന് പരിശോധിക്കണം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ചോദ്യമാണ്, എ പ്രോമിസ് ഈസ് ഡാഷ്. പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ വാലിഡ് ഓഫർ ആണോ, എ കോൺട്രാക്ട് ആണോ, ആൻ അക്സെപ്റ്റഡ് ഓഫർ ആണോ, എ വാലിഡ് എഗ്രിമെന്റ് ആണോ? പ്രോമിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് വരാം. എക്സ്പ്ലനേഷൻ നോക്കാം. സെക്ഷൻ 2A ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. സെക്ഷൻ 2A ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്താണ് പറയുന്നത് നോക്കാം. എന്താണ് പറയുന്നത്? പ്രൊപ്പോസല് അല്ലെങ്കിൽ ഓഫർ. പ്രൊപ്പോസൽ എന്താണ് അല്ലെങ്കിൽ ഓഫർ എന്താണ് എന്ന പറ്റിയാണ് സെക്ഷൻ 2A ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ടു അനദർ, എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ഹിസ് വില്ലിംഗ്നെസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ഹിസ് അസെന്റ് ഹി സെഡ് ടു മേക്ക് എ പ്രപ്പോസൽ. അതായത് പിക്ചർ റെപ്രസെന്റേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് പ്രപ്പോസൽ, എന്താണ് ഓഫർ എന്ന് മനസ്സിലാകും. അതായത് എ എന്ന് പറഞ്ഞൊരു വ്യക്തി, ബി എന്ന് പറഞ്ഞൊരു വ്യക്തി, ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? വിൽ യു ബൈ ഇറ്റ് മൈ കാർ, അതായത് എന്റെ കാറ് താങ്കൾ വാങ്ങിക്കുമോ എന്നൊരു പ്രപ്പോസൽ ആര് വെക്കുന്നു? എ വെക്കുന്നു. എന്ത് 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 ലക്ഷ്യം വെച്ചാണ്? അദ്ദേഹത്തിന്റെ വ്യൂ ടു ഒബ്റ്റെയിൻ ഹിസ് അസെന്റ്, അദ്ദേഹത്തിന്റെ അസെന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അക്സെപ്റ്റൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പ്രപ്പോസൽ ഓർ ഓഫർ എന്ന് പറയുന്നത്. അപ്പം അതിലെന്താണ്? 2 lakhs rupeesന് എന്റെ കാർ താങ്കൾ വാങ്ങുന്നു. അതാണ് എന്ത് പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സെക്ഷൻ 2A എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ. പ്രപ്പോസലിനെയോ ഓഫറിനെയാണ് സെക്ഷൻ 2A ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. സെക്ഷൻ 2B ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡിഫൈൻസ് ഡാഷ്. എന്താണ് സെക്ഷൻ 2B പറയുന്നത്? 2B ആണ് സെക്ഷൻ പറയുന്നത്. എന്താണ്? പ്രോമിസിനെ പറ്റിയാണ് സെക്ഷൻ 2B പറയുന്നത്. എന്താണ് പ്രോമിസ് എന്ന് നോക്കാം. When the person to whom the proposal is made signifies his assent thereto, the proposal is said to be accepted. എന്താണ്? ഒരു പ്രപ്പോസൽ എന്ത് ചെയ്യുന്നു? ഒരു വ്യക്തി പ്രപ്പോസൽ വെക്കുന്നു. ആ പ്രപ്പോസലിനെ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു. ആ വെക്കുന്ന പ്രപ്പോസലിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? പ്രോമിസ് ഉണ്ടാകുന്നത്. അപ്പം പ്രോമിസിൽ എന്തൊക്കെയാണുള്ളത്? പ്രോമിസിൽ ഉണ്ടാകുന്നത് ഒന്ന് പ്രപ്പോസൽ ഉണ്ടാകുന്നു, ആ പ്രപ്പോസലിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചേരുമ്പോഴാണ് അതൊരു പ്രോമിസ് ആകുന്നത്. എ പ്രപ്പോസൽ വെൻ അക്സെപ്റ്റഡ് ബിക്കംസ് എ പ്രോമിസ്. അപ്പൊ നമ്മൾ നോക്കാം. ഇവിടെ പ്രോമിസർ ഉണ്ട്, അതായത് പ്രപ്പോസൽ വെക്കുന്ന ആള് പ്രോമിസർ, അതുപോലെ തന്നെ പ്രപ്പോസൽ സ്വീകരിക്കുന്ന ആള് പ്രോമിസി. അപ്പൊ എന്താണ് ഈ പ്രോമിസർ? വിൽ യു ബൈ ഇറ്റ് മൈ കാർ എന്ന് പറയുമ്പോൾ പ്രോമിസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു. യെസ് എന്ന് പറഞ്ഞ ആൻസർ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം അത്തരത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ്, അത്തരത്തിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? പ്രോമിസ് ഉണ്ടാകുന്നത്. ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്? പ്രോമിസ്. യെസ്സിൽ ഒരു അക്സെപ്റ്റൻസിൽ ഇവിടെ പ്രോമിസ് ഉണ്ടാകുന്നു. നമുക്ക് അടുത്ത് നോക്കാം. സെക്ഷൻ 2D ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡിഫൈൻസ് എന്താണ്? നമ്മൾ പറഞ്ഞു 2A നമ്മൾ പ്രപ്പോസലും സെക്ഷൻ 2B പ്രോമിസും പറഞ്ഞപ്പോൾ സെക്ഷൻ 2D എന്താണ് പറയുന്നത്? സെക്ഷൻ 2D പറയുന്നത് കൺസിഡറേഷൻ എന്താണെന്നാണ്. എന്താണ് കൺസിഡറേഷൻ? കൺസിഡറേഷൻ എന്താണെന്ന് നോക്കാം. When at the desire of the promiser, the promisee or any other person. ഒന്നെങ്കിൽ പ്രോമിസി ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയാകാം. എന്താണ്? ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻഡ് ഫ്രം ഡൂയിങ് or does or abstains from doing or promises to do or to abstain from doing something, such act or abstinence is called consideration for the promise. എന്താണ് കൺസിഡറേഷൻ? നമുക്ക് നോക്കാം. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ എന്താണ്? ഒരു കാർ ബൈ ചെയ്യുന്നു. നമുക്ക് ആ എക്സാമ്പിൾ തന്നെ നോക്കാം. കാർ ബൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രപ്പോസൽ വെക്കുന്നു. അത് എന്ത് ചെയ്യുന്നു? ബി അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ എന്താണ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ? ഈ എയുടെ കൺസിഡറേഷൻ, അദ്ദേഹത്തിന് കാർ വിൽക്കുമ്പോൾ ഈ 2 ലക്ഷം രൂപ കിട്ടുമെന്നുള്ളതാണ് എയുടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതായത് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ഇസ് ഇൻ റിട്ടേൺ. സംതിങ് ഇൻ റിട്ടേൺ ആണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു വാല്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താണ് ആ വ്യക്തി കിട്ടുന്ന ഒരു അപ്രീസിയേഷനോ ആകാം എന്തെന്ന് പറയുന്ന കൺസിഡറേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൺസിഡറേഷൻ ഇവിടുത്തെ കേസിൽ എയുടെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ആ കിട്ടുന്ന 2 ലക്ഷം രൂപയാണ്.
അതുപോലെ തന്നെ ബിയുടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ആ കിട്ടുന്ന കാറാണ്. അപ്പൊ എന്തുണ്ടാകുന്നു, രണ്ടുപേർക്കും ഒരു കൺസിഡറേഷൻ അവിടെ സംഭവിക്കുന്നു. അപ്പൊ നോക്കാം, സെക്ഷൻ 2D പറയുന്നത് കൺസിഡറേഷനെ പറ്റിയാണ്. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ ആണ്. ഇനി അടുത്ത് നോക്കാം, സെക്ഷൻ 2E. Section 2E of Indian Contract Act defines when promise and every set of promises forming consideration for each other is called an agreement. അപ്പൊ എഗ്രിമെന്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ 3 കാര്യങ്ങൾ പറഞ്ഞു. പ്രൊപ്പോസൽ പറഞ്ഞു, പ്രോമിസ് പറഞ്ഞു, അതുപോലെ തന്നെ കൺസിഡറേഷൻ പറഞ്ഞു. ഈ പ്രൊപ്പോസല് പ്രോമിസ് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 കൂട്ടർക്കും ഒരു കൺസിഡറേഷൻ കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം 2 കൂട്ടർക്കും കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് എഗ്രിമെന്റ് ആവത്തുള്ളൂ. അതായത് ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ട് കാറ് കൊടുത്താൽ അതൊരു എഗ്രിമെന്റ് ആയി മാറത്തില്ല. അതിപ്പം ബിക്ക് കാറ് കിട്ടുന്നു, ഇപ്പൊ 2 ലക്ഷം രൂപ അവർ തരുന്നില്ല, അതെന്താണ്, ഒരു വാലിഡ് കോൺട്രാക്റ്റും അല്ല, വാലിഡ് എഗ്രിമെന്റും അല്ല. 2 കൂട്ടർക്കും എന്താണ്, കൺസിഡറേഷൻ ഉണ്ടാകണം. 2 കൂട്ടർക്കും എന്താണ്, ഇതുപോലെ എക്ക് 2 ലക്ഷവും ഈ ബിക്ക് കാറും, 2 പേർക്കും കൺസിഡറേഷൻ 2 പേർക്കും ഉണ്ടാകണം. എന്നാൽ മാത്രമേ അതൊരു വാലിഡ് എഗ്രിമെന്റ് ആവും. അതാണ് ഇവിടെ പറയുന്നത്, when promise every set of promises forming consideration. 2 കൂട്ടർക്കും ഫോർ ഈച്ച് അതർ, 2 കൂട്ടർക്കും ഈച്ച് അതർ ആയിട്ട് ഉണ്ടാകണം, എന്തുണ്ടാകണം, കൺസിഡറേഷൻ ഉണ്ടാകണം. അപ്പോഴാണ് എന്താവുന്നത്, അതൊരു എഗ്രിമെന്റ് ആകുന്നത്. അപ്പം നമുക്കറിയാം അവിടെ പ്രൊപ്പോസൽ വെച്ചു, പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്തത് പ്രോമിസ് ആയി. പ്രോമിസിന്റെ കൂടെ 2 കൂട്ടർക്കും കൺസിഡറേഷനും കൂടെ ഉണ്ടായാൽ അവിടെ എന്തുണ്ടായി, എഗ്രിമെന്റ് ഉണ്ടായി. അപ്പൊ നമ്മൾ എഗ്രിമെന്റ് എന്താണെന്ന് പഠിച്ചു. എഗ്രിമെന്റ് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2E-ലാണെന്നും നമ്മൾ പഠിച്ചു. കൺസിഡറേഷൻ 2D-ലാണെന്നും 2A-ൽ എന്താണ്, പ്രൊപ്പോസൽ ആണെന്നും 2B-ൽ എന്താണ്, പ്രോമിസ് ആണെന്നും നമ്മൾ പഠിച്ചു. അടുത്ത് നോക്കാം, ഇതിന്റെ സമ്മറി ആയിട്ട് നോക്കാം. എന്താണ് പ്രൊപ്പോസൽ പ്ലസ് അക്സെപ്റ്റൻസ്? പ്രൊപ്പോസൽ പ്ലസ് അക്സെപ്റ്റൻസ് ഉണ്ടായാൽ അവിടെ എന്തുണ്ടാകുന്നുണ്ട്, പ്രോമിസ് ഉണ്ടാകുന്നുണ്ട്. ആദ്യം പ്രൊപ്പോസൽ ഉണ്ടാകുന്നു, ആ പ്രൊപ്പോസലിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രോമിസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോമിസിന്റെ കൂടെ അവിടെ ഒരു കൺസിഡറേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകുന്നുണ്ട്, ഒരു വാലിഡ് എഗ്രിമെന്റ് ഉണ്ടാകുന്നുണ്ട്. ആ എഗ്രിമെന്റിന്റെ കൂടെ എൻഫോഴ്സിയബിലിറ്റി, അതായത് നിയമസാധുത ഉണ്ടായാൽ അവിടെ എന്തുണ്ടാകുന്നുണ്ട്, കോൺട്രാക്ട് ഉണ്ടാകുന്നുണ്ട്. ആ എഗ്രിമെന്റിന്റെ കൂടെ ഒരു എൻഫോഴ്സിബിൾ ലോ കൊണ്ട് നമുക്ക് ആ എഗ്രിമെന്റിനെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് അവിടെ എന്തുണ്ടാകുന്നുണ്ട്, കോൺട്രാക്ട് സംഭവിക്കുന്നു. അപ്പം കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എഗ്രിമെന്റിന് അതിന് എൻഫോഴ്സിബിൾ ബൈ ലോ ആണെങ്കിൽ അവിടെ എന്തുണ്ടാകും, കോൺട്രാക്ട് ഉണ്ടാകും. 2 വ്യക്തികൾ തമ്മിൽ കോൺട്രാക്ട് ഉണ്ടാകും. എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ കൺസിഡറേഷൻ ഉണ്ടാകണം, 2 പേര് തമ്മിൽ എന്തുണ്ടാകണം, ഈച്ചതായിട്ട് കൺസിഡറേഷൻ ഉണ്ടാകണം. കോൺട്രാക്റ്റിൽ എന്താണ്, അവിടെ എഗ്രിമെന്റും ഉണ്ടാകും, അതുപോലെ തന്നെ എന്തുണ്ടാകും, എൻഫോഴ്സബിലിറ്റിയും ഉണ്ടാകണം. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ആൻ അപ്രോച്ച് ഓഫ് ടെൻഡർ ടു സപ്ലൈ സ്പെസിഫിക് പീരീഡ് ഇറ്റ് ബിക്കംസ് ഡാഷ്. ഓപ്ഷൻ എ ആൻ എഗ്രിമെന്റ്, ഓപ്ഷൻ ബി എ കോൺട്രാക്ട്, ഓപ്ഷൻ സി എ സ്റ്റാൻഡിംഗ് ഓഫർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇപ്പൊ നമുക്ക് ആദ്യത്തെ ആൻസർ നമ്മൾ പറഞ്ഞില്ല. ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് വരാം. എ പ്രോമിസ് ഈസ് എന്താണ്, എ പ്രോമിസ് എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ നമുക്കറിയാം ഓപ്ഷൻ എ വാലിഡ് ഓഫർ അല്ല, ഓപ്ഷൻ ബി എ കോൺട്രാക്ട് അല്ല, ഓപ്ഷൻ സി ആൻ അക്സെപ്റ്റഡ് ഓഫർ ആണ്. നമുക്കറിയാം പ്രോമിസ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോസൽ പ്ലസ് അക്സെപ്റ്റൻസ് ആണ്. സോ നമുക്കറിയാം ആൻ അക്സെപ്റ്റഡ് ഓഫർ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഒരു അക്സെപ്റ്റഡ് ഓഫർ ആണ്. നമുക്കടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ആൻ അപ്രോച്ച് ഓഫ് ടെൻഡർ to supply specific period it becomes dash എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ an agreement, ഓപ്ഷൻ ബി a contract, ഓപ്ഷൻ സി a standing offer, ഓപ്ഷൻ ഡി none of these. ഇതിൽ ഏതാണ് ആൻസർ എന്ന് നോക്കാം. എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ആദ്യത്തെ, എ ടെൻഡർ പ്രൈസ് ഓർ കൊട്ടേഷൻ പ്രൈസ് ഈസ് ദ എസ്റ്റിമേറ്റഡ് പ്രൈസ് ഫോർ which the manufacturer are interested to supply the products to the customer. അതെന്താണ് ടെൻഡർ പ്രൈസ് അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു എസ്റ്റിമേറ്റഡ് പ്രൈസ് ആണ്. എന്താണ് എസ്റ്റിമേറ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ടെൻഡർ പ്രൈസ് ഒരു 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ടെൻഡർ വെക്കുന്നു എന്ന് വെച്ചാൽ അതിലെന്താണ് ഒരു 8 ലക്ഷം രൂപ അതിന്റെ കോസ്റ്റും 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് അതിന്റെ പ്രോഫിറ്റുമാണ്. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ചേരുന്നതാണ് എന്ത് പറയുന്നത് ടെൻഡർ പ്രൈസ് ആയിട്ട് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രൈസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഫോർ വിച്ച് ദ മാനുഫാക്ചറേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ടു സപ്ലൈ ദ പ്രൊഡക്ട്സ് ടു കസ്റ്റമർ. ആർക്കാണ് ആ പ്രൊഡക്റ്റ് സപ്ലൈസ്, ആർക്കാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പ്രൈസ് ആണ് ടെൻഡർ പ്രൈസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ടെൻഡർ വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു ഓഫർ വെക്കും. അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു സമയവും കൊടുക്കും. അതായത് ഒരു ടെൻഡർ വെച്ച് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു സമയം കൊടുക്കും. അതിന് പറയുന്ന പേരാണ് സ്റ്റാൻഡിംഗ് ഓഫർ എന്ന്. നമുക്ക് നോക്കാം. An offer which remains open for acceptance
അക്സെപ്റ്റൻസിന് വേണ്ടി ഓപ്പൺ ആയിട്ട് നിൽക്കും ഓവർ എ പീരീഡ്, കുറച്ച് പീരീഡിലേക്ക് അത് ഓപ്പൺ ആയിട്ട് നിൽക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുന്നത്. നോക്കാം, എന്താണ് ടെൻഡർ? ടെൻഡർ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് എ പ്രോഡക്റ്റ്. എന്താണ്? എസ്റ്റിമേറ്റഡ് കോസ്റ്റും വരും, അതിന്റെ കൂടെ പ്രോഫിറ്റും ആഡ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? ടെൻഡർ വരുന്നത്. ടെൻഡർ ഈസ് എ സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ് അത് ഷോ ചെയ്യുന്നത്? എസ്റ്റിമേറ്റഡ് കോസ്റ്റും പ്രോഫിറ്റുമാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാം അതെന്താണ്? അക്സെപ്റ്റൻസ്, അതായത് ആൻ ഓഫർ വിച്ച് റിമൈൻസ് ഓപ്പൺ ഫോർ അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസിന് വേണ്ടി ഒരു ഓഫർ എന്താണ് റിമെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പീരീഡ് സെർട്ടൻ പീരീഡിലേക്ക് റിമെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയും. എ നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ ഈസ് പബ്ലിഷ്ഡ് ഇൻ ന്യൂസ് പേപ്പർ ആൻഡ് ജേണൽ. ന്യൂസ് പേപ്പറിലോ ജേണലിലോ ആണ് ടെൻഡർ നോട്ടീസ് പബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓഫർ കണ്ടിന്യൂസ് ഫോർ എ പീരീഡ് ഓഫ് ടൈം ആൻഡ് ഇറ്റ് ഓപ്പൺസ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. എന്താണ്? സ്റ്റാൻഡിങ് ഓഫർ ആണ്. സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ഫോർ എ പീരീഡ് ഓഫ് ടൈം, കുറച്ച് പീരീഡിലേക്ക് കണ്ടിന്യൂ ചെയ്യും, അതുപോലെ തന്നെ ഓപ്പൺ ആയിരിക്കും, ഒരു സെക്കൻഡ് പീരീഡിലേക്ക് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. അതിന് പറയുന്ന പേരാണ് സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റിനിലേക്ക് വരികയാണെങ്കിൽ, ആൻ അപ്രോച്ച് ഓഫ് ടെൻഡർ ടു സപ്ലൈ സ്പെസിഫിക് പീരീഡ്, സ്പെസിഫിക് പീരീഡിലേക്ക് അല്ലെങ്കിൽ കുറച്ച് കണ്ടിന്യൂസ് പീരീഡിലേക്ക് ഒരു ഓഫർ അക്സെപ്റ്റൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എ സ്റ്റാൻഡിങ് ഓഫർ. എഗ്രിമെന്റ് അല്ല. നമ്മൾ പറഞ്ഞു എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? എഗ്രിമെന്റിൽ എന്തൊക്കെയാ വരുന്നത്? കൺസിഡറേഷനും വേണം, അതുപോലെ തന്നെ പ്രോമിസും വേണം. പക്ഷെ ഇവിടെ പ്രോമിസും കൺസിഡറേഷനും ഒന്നുമില്ല. അത് ആദ്യത്തെ ഒരു ഓഫറാണ്. ഓഫർ എന്ന് പറയാൻ പ്രപ്പോസൽ വെക്കുകയാണ്. ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അത് എന്താകത്തുള്ളൂ? ഒരു എഗ്രിമെന്റ് ആയി മാറത്തുള്ളൂ. ഇപ്പൊ നോക്കാം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓപ്ഷൻ ക്വസ്റ്റ്യൻ 3, എ വോയിഡ് എഗ്രിമെന്റ് ഈസ് ഡാഷ്. വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് അൺലോഫുൾ ആൻഡ് ഇല്ലീഗൽ. ഓപ്ഷൻ ബി ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഓപ്ഷൻ സി വയലേറ്റ് ലീഗൽ പ്രൊസീജിയർ. ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. എ വോയിഡ് എഗ്രിമെന്റ് അസാധുവായ എഗ്രിമെന്റ് എന്നാൽ എന്താണെന്നാണ് ഇവിടെ ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് വോയിഡ് എഗ്രിമെന്റ് എന്ന് നോക്കാം. വോയിഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2Gയിലാണ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 2Gയിലാണ് വോയിഡ് എഗ്രിമെന്റിനെ പറ്റി പറയുന്നത്. ഈ സെക്ഷനുകളെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? ആൻ എഗ്രിമെന്റ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ, അതായത് നിയമസാധുത ഇല്ലാത്ത ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസാധുവായ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇഫ് ദ എഗ്രിമെന്റ് കുഡ് നോട്ട് ബി എൻഫോഴ്സ്ഡ് ത്രൂ ദ കോർട്ട്, കോർട്ടിൽ നമ്മൾക്ക് എഗ്രിമെന്റ് എന്താണ് എൻഫോഴ്സ്, കോർട്ടിൽ നമുക്ക് ലോയ്ക്ക് എൻഫോഴ്സ്മെന്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ദെൻ ദ എഗ്രിമെന്റ് ഈസ് വോയിഡ്. അത്തരത്തിൽ കോർട്ടിൽ നമുക്ക് പോകാൻ സാധിക്കാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അടുത്തത് സച്ച് എഗ്രിമെന്റ്സ് ആർ വോയിഡ് അബ് ഇനിഷ്യോ, ദാറ്റ് ഈസ് ദേ ആർ വോയിഡ് ഫ്രം ദ വെരി ബിഗിനിങ്. അതായത് തുടക്കത്തിൽ ആ എഗ്രിമെന്റിന്റെ തുടക്ക സമയത്ത് തന്നെ അതെന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. അത്തരത്തിലുള്ള വോയിഡുകൾ നമ്മൾ വോയിഡ് അബ് ഇനിഷ്യോ എന്നാണ് പറയുന്നത്. ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് എ വോയിഡ് കോൺട്രാക്ട് അല്ലെങ്കിൽ വോയിഡ് എഗ്രിമെന്റ്. എക്സാമ്പിൾസ് ഓഫ് സച്ച് എഗ്രിമെന്റ്സ് ആർ എന്റേർഡ് ഇൻടു വിത്ത് മൈനർ, അതായത് മൈനറുമായിട്ട് നമ്മൾ എന്താണ് ഒരു എഗ്രിമെന്റിലേക്ക് കടക്കുകയാണെങ്കിൽ അത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ വാലിഡ് അല്ല. അതെന്ന് പറഞ്ഞാൽ വോയിഡ് ആണ്. വോയിഡ് എഗ്രിമെന്റ് ആണ് മൈനറുമായിട്ട് നമ്മൾ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടാൽ. അതുപോലെ തന്നെ എഗ്രിമെന്റ് എൻറ്റേർഡ് വിത്തൗട്ട് കൺസിഡറേഷൻ, അതായത് കൺസിഡറേഷൻ ഒന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു എഗ്രിമെന്റിന് എന്തുണ്ടാകണം? രണ്ടു കൂട്ടർക്കും കൺസിഡറേഷൻ ഈച്ച് അതറായിട്ട് ഉണ്ടാകണം. എന്നാൽ മാത്രമേ അതെന്താവൂ? ഒരു വാലിഡ് എഗ്രിമെന്റ് ആകത്തുള്ളൂ. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ എന്താണ് വോയിഡ് എഗ്രിമെന്റ്? അത് ബിഗിനിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാവും കൺസിഡറേഷൻ ഇല്ല എങ്കിൽ. ഇപ്പം നമ്മൾ നേരത്തെ കാറിന്റെ എക്സാമ്പിൾ പറഞ്ഞപ്പം മറ്റൊരാൾക്ക് നമ്മൾ പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ടാണ് കാർ കൊടുക്കുന്നതെങ്കിൽ അവിടെ എഗ്രിമെന്റ് അല്ല. അവിടെ എന്തുണ്ടാകണം? രണ്ട് പാർട്ടിക്കും കൺസിഡറേഷൻ ഉണ്ടാകണം. അപ്പം കൺസിഡറേഷന് നമുക്ക് എന്താണ് എഗ്രിമെന്റിന്റെ എക്സാമ്പിൾ ആണ്, വോയിഡ് എഗ്രിമെന്റിന്റെ എക്സാമ്പിൾ ആണ് മൈനർ ആയിട്ടുള്ള എഗ്രിമെന്റും അതുപോലെ തന്നെ കൺസിഡറേഷൻ ഇല്ലാത്ത വിത്തൗട്ട് കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെന്റും. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റും. അടുത്ത നമുക്ക് ഇല്ലീഗൽ എഗ്രിമെന്റ് കൂടി നോക്കാം. ഇല്ലീഗൽ എഗ്രിമെന്റ് എന്താണ്? ആൻ എഗ്രിമെന്റ് വിച്ച് ഈസ് ക്രിമിനൽ ഇൻ നേച്ചർ, അതായത് ക്രിമിനൽ നേച്ചറിന് വേണ്ടി ഒരു എഗ്രിമെന്റിലേക്ക് നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ, ഓർ വിച്ച് ഈസ് ഇമ്മോറൽ ഓർ ഒപ്പോസ് ടു പബ്ലിക് പോളിസി, മോറൽ ആണ്, അതുപോലെ തന്നെ പബ്ലിക് പോളിസിക്കൊക്കെ എതിരാണ്, അങ്ങനെയുള്ള എഗ്രിമെന്റുകളാണ് നമ്മൾ ഇല്ലീഗൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇല്ലീഗൽ എഗ്രിമെന്റ് ആർ വോയിഡ് എഗ്രിമെന്റ്. ലീഗൽ എഗ്രിമെന്റ് എന്താണ്? വോയിഡ് എഗ്രിമെന്റ് ആണ്.
ബട്ട് ഓൾ വോയിഡ് എഗ്രിമെന്റ് ആർ നോട്ട് ഇല്ലീഗൽ. എല്ലാ വോയിഡ് എഗ്രിമെന്റും ഒരിക്കലും നോട്ട് ഇല്ലീഗൽ എഗ്രിമെന്റ് ആവണമെന്നില്ല. പക്ഷേ എല്ലാ ഇല്ലീഗൽ എഗ്രിമെന്റും വോയിഡ് ആണ്. ദിസ് ഈസ് ബിക്കോസ് ഇല്ലീഗാലിറ്റി ഈസ് ഓൺലി വൺ ഓഫ് ദ കോസ് ദാറ്റ് മേക്ക് ആൻ എഗ്രിമെന്റ് വോയിഡ്. ഇല്ലീഗാലിറ്റി എന്ന് പറഞ്ഞ ഒരു ഒറ്റ കാരണം കൊണ്ട് എന്തുണ്ടാകാം? എഗ്രിമെന്റിന് വോയിഡ് ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ, ഇഫ് എനി ഓഫ് ദ എസെൻഷ്യൽ എലമെന്റ് ഈസ് ആബ്സെന്റ് then the agreement is void but need not be illegal. ഇപ്പൊ ഏതെങ്കിലും നമ്മൾ സെക്ഷൻ 10 നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് വാലിഡ് എസെൻഷ്യൽ ഓഫ് എ കോൺട്രാക്ട്. അത്തരത്തിൽ എന്തെങ്കിലും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആബ്സെന്റ് ആയിരിക്കാം. പക്ഷേ എന്ന് പറഞ്ഞാൽ ആബ്സെന്റ് ആയിരുന്നാൽ പോലും എഗ്രിമെന്റ് എന്താണ്? അതിന് വോയിഡ് ആണെന്ന് പറയാം. പക്ഷെ അതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള എഗ്രിമെന്റ് അല്ല എന്ന് മനസ്സിലാക്കണം. ബട്ട് ആൻ എഗ്രിമെന്റ് ടു കമ്മിറ്റ് എ ക്രൈം ഈസ് ഇല്ലീഗൽ. പക്ഷേ നമ്മളൊരു വ്യക്തിയുമായിട്ട് ഇപ്പം ഞാനൊരു 10 ലക്ഷം രൂപ തരാം ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? അവിടുത്തെ ഒരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇല്ലീഗൽ എഗ്രിമെന്റ് ആണ്. അതാണ് നമ്മൾ ഇല്ലീഗൽ എഗ്രിമെന്റ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. ക്രിമിനൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്താണ് അങ്ങനത്തുള്ള ഇമ്മോറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെടുന്ന എഗ്രിമെന്റുകളെല്ലാം വോയിഡ് ആണ്. അത് ഇല്ലീഗൽ എഗ്രിമെന്റ് എന്നാണ് അതിനെ പറയുന്നത്, മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് പോകാം. എ വോയിഡ് എഗ്രിമെന്റ് ഈസ് ഡാഷ്. എന്താണ്? ഈസ് എ അൺലോഫുൾ ആൻഡ് ഇല്ലീഗൽ ആണോ, നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ആണോ, അതുപോലെ തന്നെ വയലേറ്റ് ലീഗൽ പ്രൊസീജിയർ ആണോ, അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി ആണോ? ഇവിടെ നമുക്ക് ഈസിലി പറയാം വോയിഡ് എഗ്രിമെന്റ് എന്നാൽ ഈസ് അൺഎൻഫോഴ്സിബിൾ ബൈ ലോ ആണ്. അൺഎൻഫോഴ്സിബിൾ ബൈ ലോ ആണ് ഇവിടുത്തെ ആൻസർ. ബോത്ത് എ ആൻഡ് ബിയും വരാം. പ്രീവിയസ്ലി ഇവർ കൊടുത്തിരിക്കുന്ന ആൻസർ അൺഎൻഫോഴ്സിബിൾ ബൈ ലോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ദ പ്രസന്റ്മെന്റ് ഫോർ അക്സെപ്റ്റൻസ് ഈസ് റിക്വയർഡ് ഇൻ കേസ് ഓഫ് ഡാഷ്. ഇതാണ് പ്രസന്റ്മെന്റ് ഫോർ അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസ് എന്തിനാണ് നമുക്ക് റിക്വയർ ആയിട്ട് വരുന്നത്? ഇതിൽ ഏതിനാണ് അക്സെപ്റ്റൻസ് റിക്വയർ ആയിട്ട് വരുന്നതെന്ന് മനസ്സിലാക്കണം. ഓപ്ഷൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനാണോ, ഓപ്ഷൻ ബി ചെക്കിനാണോ, ഓപ്ഷൻ സി പ്രോമിസറി നോട്ടിനാണോ, അല്ലെങ്കിൽ ബില്ലിനും ചെക്കിനും കൂടെ ആണോ, ബോത്ത് എ ആൻഡ് ബി ആണോ? നമുക്ക് നോക്കാം. എക്സ്പ്ലനേഷനിൽ പോകാം. ആദ്യത്തെ എക്സ്പ്ലനേഷൻ, ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ ഡിവൈഡഡ് ഇൻടു ടു. നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷനെ 2 തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ക്യാഷ് ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ബാർട്ടർ ട്രാൻസാക്ഷൻ ഉണ്ട്. ആ ബാർട്ടർ ട്രാൻസാക്ഷൻ ഇപ്പൊ നമുക്ക് നിലവിലില്ല. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും. അപ്പം ട്രാൻസാക്ഷൻ ഇൻ വിച്ച് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓഫ് ക്യാഷ് ഈസ് കോൾഡ് ക്യാഷ് ട്രാൻസാക്ഷൻ. അവിടെ എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷിന്റെ ഫ്ലോ നടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ സാധനം വാങ്ങി അപ്പം തന്നെ ക്യാഷ് കൊടുക്കുന്നു. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്താണ്? വിച്ച് ഈസ് ദ പേയ്മെന്റ് ഈസ് പോസ്റ്റ്പോൺ ടു ഫ്യൂച്ചർ. എന്താണ്? പോസ്റ്റ്പോൺഡ് ഫോർ ഫ്യൂച്ചർ ഡേറ്റ്. അതായത് പേയ്മെന്റ് എന്താണ്? ഫ്യൂച്ചർ ഡേറ്റിലേക്കാണ് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് സാധനം വാങ്ങിച്ചിട്ട് 1-2 മാസത്തിന് ശേഷം നമ്മൾ പേയ്മെന്റ് ചെയ്യാമെന്ന് പറയുന്നതാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു അവോയ്ഡ് കോൺഫ്ലിക്ട് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഇൻ ദ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ദേ ആർ എൻറ്ററിംഗ് ഇൻ ടു എ കോൺട്രാക്ച്വൽ ഓർ റിട്ടൺ അഗ്രിമെന്റ് കോൾഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ് പറയുന്നത്? അപ്പം ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് ട്രാൻസാക്ഷനുകൾ നടത്തുന്ന സമയത്ത് ഡെറ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കാൻ, അവർ തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാതാക്കാൻ അവർ തമ്മിൽ ഒരു കോൺട്രാക്ച്വൽ അല്ലെങ്കിൽ റിട്ടേൺ എഗ്രിമെന്റിലേക്ക് ഏർപ്പെടും. അതിന് പറയുന്ന പേരാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന്. അപ്പം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആസ് പെർ ദ ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 സെക്ഷൻ 5ലാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പറ്റി നമ്മൾ പറയുന്നത്. എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്. എന്തുണ്ട്? റൈറ്റിംഗ്, റിട്ടേൺ ഫോമിലാണ്. കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ. എന്താണ് അൺകണ്ടീഷണൽ ഓർഡർ എന്ന് പറഞ്ഞാൽ? അൺകണ്ടീഷണൽ ഓർഡർ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കണ്ടീഷണൽ ഓർഡർ എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടാകും. ഇന്ന കാര്യം ചെയ്താൽ മാത്രമേ ഈ ഇൻസ്ട്രുമെന്റിലുള്ള പൈസ തന്നെ കിട്ടൂ എന്നൊരു എന്താണ് ഒരു കണ്ടീഷൻ ഉണ്ടാകും. പക്ഷെ അൺകണ്ടീഷണൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനും നിങ്ങൾ എന്ത് ചെയ്യണ്ട? മീറ്റ് ചെയ്യണ്ട. ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യാതെ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ മണി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കളക്ട് ചെയ്യാം. അത് ഓർഡർ ആണ്, അൺകണ്ടീഷണൽ ഓർഡർ ആണ്. സൈൻഡ് ബൈ ദ മേക്കർ. ആരാണോ മേക്ക് ചെയ്യുന്ന അയാൾ എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. ഡയറക്റ്റിംഗ് എ സർട്ടൺ പേഴ്സൺ. എന്നിട്ട് എന്താണ്? ഒരു സർട്ടൺ പേഴ്സണെ ഡയറക്ട് ചെയ്യണം. ടു പേ സർട്ടൺ സം ഓഫ് മണി. only to the order of a certain person. ഇതാണ് ഒരു സർട്ടൺ പേഴ്സണെ ഡയറക്ട് ചെയ്യുന്നു. ഇതിനാണ് ഡയറക്ട് ചെയ്യുന്നത്. ഒരു സർട്ടൺ പേഴ്സണിനെ നമുക്ക് ക്യാഷ് കൊടുക്കാനോ, അല്ലെങ്കിൽ ഓർ ടു ദ ബിയറർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ്, അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ് കയ്യിൽ വെച്ചിരിക്കുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച് കയ്യിൽ വെച്ചിരിക്കുന്ന ബിയറർക്ക് ക്യാഷ് കൊടുക്കാനോ ഇതാണ് ഒരു സർട്ടൺ പേഴ്സണെ ഡയറക്ട് ചെയ്യുന്നു. ആരാണ് ഡയറക്ട് ചെയ്യുന്ന? മേക്കർ. ആരാണ് മേക്കർ എന്ന് ചോദിച്ചാൽ ക്രെഡിറ്റർ ആണ് മേക്കർ. ഇവിടുത്തെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ മേക്കർ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ ആണ്.
ക്രെഡിറ്റർ അതായത് പൈസ കിട്ടാനുള്ള ആളാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ് ഉണ്ടാക്കുന്നത്. ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പറയുന്ന പേരാണ് ഡ്രാഫ്റ്റ് ആണ്. ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രാഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ നമ്മൾ ഡെറ്റർക്ക് അയച്ചു കൊടുത്ത് ഡെറ്റർ അത് എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. ഡെറ്റർ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതുണ്ടാകുന്നത് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയി മാറുന്നത്. അതിനു മുമ്പ് എന്താണ്? ഒരു ഡ്രാഫ്റ്റ് ബില്ലാണ്. ഇപ്പൊ നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു ഫോർമാറ്റ് നോക്കാം. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എന്തുകൊണ്ട്? എമൗണ്ട് ഉണ്ട്, പ്ലേസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്റ്റാമ്പ് ഒട്ടിക്കണം. സ്റ്റാമ്പ് വേണം. അതുപോലെ തന്നെ ഡ്രോയറുടെ സൈൻ വേണം. ഇവിടുത്തെ ഡ്രോയർ ആരാ? ക്രെഡിറ്റർ ആണ്. അതായത് പൈസ കിട്ടാനുള്ള വ്യക്തിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതായത് അദ്ദേഹമാണ് ഡ്രോയർ. ഡ്രോയർ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ ആണ്, അദ്ദേഹം ബില്ലിന്റെ മേക്കർ ആണ്. അവിടെ ഡ്രോയറുടെ സൈൻ വേണം. അതുപോലെ തന്നെ ഇവിടെ നോക്കുക, അക്സെപ്റ്റഡ്, വളരെ ഇമ്പോർട്ടന്റ്. അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് ഡ്രോയിയുടെ നെയിമും ഡ്രോയിയുടെ അഡ്രസ്സും. ഡ്രോയി ആരാണ് ഇവിടുത്തെ? ഡ്രോയി ആണ് നമുക്ക് പൈസ തരാനുള്ള ഡെറ്റർ. അദ്ദേഹം ഡെറ്റർ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇതെന്താവൂ? ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആവൂ. അതിനു മുമ്പ് വരെ ഇതെന്താണ്? ഒരു ഡ്രാഫ്റ്റ് ബില്ലാണ്. അതെന്ത് ചെയ്യണം? അക്സെപ്റ്റഡ് ബൈ, അദ്ദേഹത്തിന്റെ സൈൻ വേണം. അപ്പം ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പറ്റി ഇതാണ്. അതിന് പാർട്ടീസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ആരൊക്കെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഉള്ളത്? ഒന്ന് നോക്കാം. ഡ്രോയർ ഉണ്ട്, ഡ്രോയി ഉണ്ട്, പേയി ഉണ്ട്. പേയി എന്ന് പറഞ്ഞാൽ ക്യാഷ് ആരാണോ വാങ്ങിക്കുന്നത്. നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ട് only to the order of a certain person or to the bearer, അല്ലെങ്കിൽ എന്താണ്? certain sum of money ആർക്കാണ്? അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുകയും ചെയ്യാം. ബില്ല് കയ്യിൽ വെച്ചിരിക്കുന്ന വ്യക്തിക്കല്ല, അദ്ദേഹം ഓർഡർ ചെയ്യുന്ന ഒരു വ്യക്തിക്കും എന്ത് കൊടുക്കാം? ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ മണി അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് കൊടുക്കാൻ സാധിക്കും. നോക്കാം. ഡ്രോയർ ഈസ് എ പേഴ്സൺ ഹു ഡ്രോസ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഡ്രോയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പേഴ്സൺ. അദ്ദേഹം എന്താണ്? ഡ്രോ ചെയ്യുന്നു. അദ്ദേഹം എന്താണ്? ക്രെഡിറ്റർ ആണ്, അദ്ദേഹം മേക്കർ ആണ്. ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക. ഡ്രോയറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹമാണ് ബില്ല് ഉണ്ടാക്കുന്നത്. ഹി ഈസ് ദ മേക്കർ ഓഫ് ദ ബിൽ ആൻഡ് ആൾസോ ഹി ഈസ് ദ ക്രെഡിറ്റർ ഓർ സെല്ലർ. സെല്ലർ എന്ന് പറയുന്നത് എന്താ? ക്രെഡിറ്റർ. ഇപ്പം നമ്മൾ ഒരു കടയാണെന്ന് വെക്കുക. നമ്മളൊരു സാധനം വിറ്റിട്ട് പൈസക്ക് നമ്മൾ 3 മാസം കഴിഞ്ഞ് തരാന്ന് പറഞ്ഞാൽ നമ്മളൊരു ബില്ല് എഴുതി അദ്ദേഹത്തിന് കൊടുക്കുന്നു. അപ്പൊ അവിടെ വരുമ്പോ എന്താണ്? അതൊരു സെല്ലർ ആവാം, ക്രെഡിറ്റർ ആവാം, അതുപോലെ തന്നെ മേക്കർ. ഇതെല്ലാം ആരാണ്? ഡ്രോയർ ആണ്. ഡ്രോയർ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ ആണ്. ഹി ഈസ് ദ മേക്കർ ഓഫ് ദ ബിൽ. ഡ്രോയി ഈസ് എ പേഴ്സൺ who accepts the draft and who is liable to pay the amount mentioned in the bill of exchange, and he is the debtor. ഡ്രോയി എന്ന് പറഞ്ഞാൽ ആ ബില്ല് അക്സെപ്റ്റ് ചെയ്യേണ്ട, ആ ഡ്രാഫ്റ്റ് അക്സെപ്റ്റ് ചെയ്യേണ്ട വ്യക്തിയാണ്. ആൻഡ് അദ്ദേഹമാണ് എന്താണ്? ലയബിൾ ആയിരിക്കുന്നത്. എമൗണ്ട് അതിൽ ബില്ലിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന, ആ ഡ്രാഫ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എമൗണ്ട് പേ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഡെറ്റർ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ഡ്രോയി ആണെന്ന് മനസ്സിലാക്കുക. ഡ്രോയി എന്ന് പറഞ്ഞാൽ ഡെറ്റർ ആണ്. അതുപോലെ തന്നെ പേ ഈസ് ദ പേഴ്സൺ ഹു കളക്ട്സ് ദ മണി ഫ്രം ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അതാണ് മണി കളക്ട് ചെയ്യും. ഡ്രോയി ചിലപ്പോൾ എന്താകാം? ഡ്രോയി എന്ന് പറഞ്ഞ വ്യക്തി ഡ്രോയറും ആകാം. ഈ ഡ്രോയി എന്ന് പറയുന്നത് ഡ്രോയറും ആകാം, പേയും ആകാം. അപ്പൊ ഡ്രോയി പറയാ, ഇത് എനിക്ക് തന്നെ തന്നാൽ മതി. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ മണി ബിയറർ ഓഫ് ഇൻസ്ട്രുമെന്റ് ആയ ഡ്രോയർക്ക് തന്നെ കളക്ട് ചെയ്ത് വാങ്ങാം. അല്ലെങ്കിൽ എന്താണ്? ഡ്രോയർ നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തി, അതാണ് പേയ്. അങ്ങനെ പേയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അത് പേയ് ആവും. മനസ്സിലായോ? അപ്പം ഈ ഡ്രോയർക്ക് തന്നെ പേയ് ആകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് തന്നെ ബില്ലിലെ എമൗണ്ട് വാങ്ങാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ നോക്കാം. ഇൻ സം കേസസ് ഡ്രോയർ ആൻഡ് പേയ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ദ സെയിം പേഴ്സൺ. അതായത് ഇൻ സർട്ടൻ കേസുകളിൽ ഡ്രോയറും പേയും ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഒരു വ്യക്തി തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതാണ് പ്രോമിസറി നോട്ട്. നമ്മൾ പറഞ്ഞു ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ NI ആക്ടിന്റെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ സെക്ഷൻ 5 ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന്. ഇനി അടുത്ത പ്രോമിസറി നോട്ട് എന്താന്ന് നോക്കാം. ഇറ്റ്സ് എ പ്രോമിസ്. അതാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ്. പ്രോമിസ് ടു പേ സർട്ടൻ സം ഓഫ് മണി. എന്താണ്? അവിടെ പ്രോമിസ് കൊടുക്കുകയാണ്, ഞാൻ സർട്ടൻ സം ഓഫ് മണി താങ്കൾക്ക് തരാം. അപ്പൊ ഇവിടെ ക്രെഡിറ്റർ എങ്ങനെ പ്രോമിസ് കൊടുക്കുന്നത്? ക്രെഡിറ്റർ ആണോ അവിടെ പ്രോമിസ് കൊടുക്കേണ്ടത്? അല്ല. ആരാണ് പ്രോമിസ് കൊടുക്കേണ്ടത്? ഡെറ്റർ ആണ് പ്രോമിസ് കൊടുക്കേണ്ടത്. അതായത് ആ ഇൻസ്ട്രുമെന്റിൽ പൈസ ആരാണോ കൊടുക്കാനുള്ളത്, അപ്പം കൊടുക്കാനുള്ള വ്യക്തിയല്ലേ പ്രോമിസ് ചെയ്യേണ്ടത്. അപ്പം പ്രോമിസറി നോട്ടിൽ ആരാണ് പ്രോമിസ് ചെയ്യേണ്ടത്? ആരാണ് അത് മേക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഡെറ്റർ ആണ്. അദ്ദേഹമാണ് അതിലെ ഡ്രോയർ. മേക്ക് ചെയ്യുന്നത് ആരാണ്? ഡെറ്റർ ആണ്. സോ അദ്ദേഹമാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രോമിസറി നോട്ടിൽ
പ്രോമിസ് ചെയ്യുന്നത് വ്യക്തി എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതർ നെയിംസ് ഓഫ് പ്രോമിസറി നോട്ട് ആർ പ്രോനോട്ട്, ടിബാറൻ. പ്രോനോട്ട് എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അനദർ നെയിം ഓഫ് പ്രോമിസറി നോട്ട് പ്രോനോട്ട് ആണ്. നോക്കുക, സെക്ഷൻ 4 ആണ് എന്ത് പ്രോമിസറി നോട്ടിനെ പറ്റി പറയുന്നത്. NI ആക്ടിന്റെ സെക്ഷൻ 4, NI ആക്ടിന്റെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ സെക്ഷൻ 4 എന്ത് പ്രോമിസറി നോട്ടിനെ പറ്റി നമ്മൾ പറയുന്നത്. സെക്ഷൻ 5 എന്ത് നമ്മൾ പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പറ്റി പറയുന്നത്. എ പ്രോമിസറി നോട്ട് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്, രണ്ടും റൈറ്റിംഗ് തന്നെ. നോട്ട് ബീങ് എ ബാങ്ക് നോട്ട് ഓർ കറൻസി നോട്ട്, ബാങ്ക് നോട്ടും കറൻസി നോട്ടൊന്നും അല്ല. കണ്ടെയ്നിങ് എൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞു. മറ്റേതെന്താ അൺകണ്ടീഷണൽ ഓർഡറാ. ഇതെന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ, ഇവിടെ കണ്ടീഷൻ ഒന്നും ഇല്ല, കണ്ടീഷൻ ഒന്നും മെറ്റ് ചെയ്യേണ്ട. അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്, അതായത് അൺകണ്ടീഷണൽ ഏറ്റെടുക്കൽ. ഒരു സാധനത്തിന് ഞാൻ നിർവഹിച്ചുകൊള്ളാം, ഞാൻ പൈസ തന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ ഏറ്റെടുക്കുകയാണ്. സൈൻഡ് ബൈ ദ മേക്കർ, എന്നിട്ട് അദ്ദേഹം തന്നെ എന്ത് ചെയ്യുന്നു, സൈൻ ചെയ്യുന്നു. ടു പേ എ സെർട്ടൻ സം ഓഫ് മണി only to or to the order of a certain person, only to, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഓർ ടു ദ ഓർഡർ, ഒരു സെക്കൻഡ് പേഴ്സന്റെ ഓർഡർ അനുസരിച്ച്, അല്ലെങ്കിൽ ബിയറർ ഓഫ് ദി ഇൻസ്ട്രുമെന്റ്, ആരാണോ ആ ഇൻസ്ട്രുമെന്റിന്റെ ബിയറർ അവർക്ക് കൊടുക്കാം. അതാണ് പ്രോമിസറി നോട്ട് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രോമിസറി നോട്ട് നോക്കാം. മേക്കറുടെ പേരുണ്ടാകും, പേയുടെ പേരുണ്ടാകും, എത്ര രൂപയാണ് കൊടുക്കേണ്ടതെന്നുണ്ടാകും, അതുപോലെ തന്നെ എന്ന ഡേറ്റിലേക്കാണ് കൊടുക്കേണ്ടതുണ്ടാകും, മേക്കർ സിഗ്നേച്ചർ ഉണ്ടാകും. മേക്കർ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലെറ്ററുടെ സിഗ്നേച്ചർ. അതായത് ഇതിന്റെ ഡ്രോയർ ആരാ, ഡ്രോയർ എന്ന് പറഞ്ഞാൽ ഡെറ്റർ ആണ്, ഡ്രോയർ എന്ന് പറഞ്ഞാൽ ഡെറ്റർ ആണ്. മറ്റേടത്ത് ഡ്രോയർ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ ആണ്, മേക്കർ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ ആണ്. ഇവിടെ മേക്കർ എന്ന് പറഞ്ഞാൽ ഡെറ്റർ ആണ്. അത് മാറിപ്പോവാതെ പഠിച്ചു വെക്കുക. അപ്പൊ ഇതാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. പ്രോമിസ് ടു പേ ആണ്. ഇനി അടുത്തത് ഇതിന്റെ ഡിഫറൻസ് നോക്കാം. ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് there are 3 parties are involved. അവിടെ എന്തുണ്ട്, 3 പാർട്ടീസ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഉണ്ടാകുന്നത്. ഇൻ പ്രോനോട്ട് there must be 2 parties. പ്രോമിസറി നോട്ടിൽ എന്താണ്, 2 പാർട്ടി ഉണ്ടാകുന്നുള്ളൂ, ഡ്രോയറും ഡ്രോയിയും. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഓർഡർ ടു പേ സർട്ടൻ സം ഓഫ് മണി. അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എന്താ, ഒരു സർട്ടൻ സം ഓഫ് മണി, ഒരു ഓർഡർ ആണ്. എന്താണ്, ഒരു സർട്ടൻ സം ഓഫ് മണി കൊടുക്കാനുള്ള ഒരു ഓർഡർ ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറഞ്ഞത്. അക്സെപ്റ്റൻസ് ഈസ് നീഡഡ് ഇൻ കേസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എന്തുണ്ടാകണം, അക്സെപ്റ്റൻസ് ഉണ്ടാകണം. പക്ഷെ നമ്മൾ പ്രോമിസറി നോട്ടിൽ അക്സെപ്റ്റൻസ് വേണമെന്ന് പറഞ്ഞോ, ലെറ്റർ എന്ത് ചെയ്തു, ഡോക്ടർ ഞാൻ ഇന്ന സമയത്ത് കൊടുത്തുകൊള്ളാം എന്ന് എഴുതിയിട്ട് പ്രോമിസറി നോട്ട് ആർക്ക് കൊടുക്കും, ക്രെഡിറ്റർക്ക് കൊടുക്കും. ക്രെഡിറ്റർ ഇത് കൈ വെച്ചിരിക്കും. അപ്പം എന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇന്ന ഡേറ്റിൽ ഏത് ഡേറ്റ് ആണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ആ മെൻഷൻ ചെയ്ത ഡേറ്റിൽ എന്ത് ചെയ്യണം, ഈ പ്രോമിസറി നോട്ടിന്റെ എമൗണ്ട് കൊടുക്കണം. മനസ്സിലായി? അപ്പൊ അവിടെ അക്സെപ്റ്റൻസിന്റെ ആവശ്യമില്ല, പ്രോമിസറി നോട്ടിൽ അക്സെപ്റ്റൻസിന്റെ ആവശ്യമില്ല. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എന്താണ്, ക്രെഡിറ്റർ ആണ് നിർമ്മിക്കുന്നത്. ആ നിർമ്മിച്ച ഡ്രാഫ്റ്റ് ബില്ല് ലെറ്റർ കൊണ്ട് എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യിപ്പിക്കണം. എന്നാൽ മാത്രമേ അതൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാറത്തുള്ളൂ. അതിന് മുമ്പ് അതെന്താണ്, ഡ്രാഫ്റ്റ് ബില്ലാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്ത് നോക്കാം. ഇൻ പ്രോനോട്ട് there is no need of acceptance. പ്രോനോട്ടിൽ അക്സെപ്റ്റൻസിന്റെ ആവശ്യമില്ല. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എന്തുണ്ട്, അക്സെപ്റ്റൻസിന്റെ ആവശ്യമുണ്ട്. നമ്മൾ ക്വസ്റ്റ്യനിൽ അത് പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും. The case of bill of exchange, drawer and payee become same. എന്താണ്, ഡ്രോയറും പേയും സെയിം ആയിരിക്കാം ബിൽ ഓഫ് എക്സ്ചേഞ്ച്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. ബട്ട് ഇൻ പ്രോ നോട്ട് ഡ്രോയർ ആൻഡ് പേയി ആർ ഡിഫറന്റ്. ഡ്രോയറും പേയും ഡിഫറന്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും പ്രോ നോട്ടിൽ. ഇത് മനസ്സിലാക്കി വെക്കുക. ഡ്രോയറും പേയും ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കേസിൽ സെയിം ആയിരിക്കാം, പക്ഷെ പ്രോ നോട്ടിൽ ഡ്രോയറും പേയും രണ്ടാണ്. ഡ്രോയർ എന്ന് പറഞ്ഞാൽ ആരാ, ഡ്രോയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെറ്റർ ആണ്. പ്രോമിസറി നോട്ടിൽ ഡെറ്റർ പൈസ കൊടുക്കാനുള്ള ആളാണ്. അയാൾ എങ്ങനെ പേ ചെയ്യാവുന്നത്, ഒരിക്കലും പോസിബിൾ അല്ല. അപ്പൊ അടുത്ത് നോക്കാം, എന്താണ് ചെക്ക് എന്ന് നോക്കാം. സെക്ഷൻ 6 ഓഫ് NI ആക്ട് ഡിഫൈൻസ് ചെക്ക്. ചെക്ക് പറയുന്നത് സെക്ഷൻ 6 അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. പ്രോമിസറി നോട്ട് സെക്ഷൻ 4 ഓഫ് NI ആക്ട്, സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്, സെക്ഷൻ 6 ചെക്കിനെ പറ്റി പറയുന്നു. നോക്കാം. എ ചെക്ക് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്. എന്താണ്, റൈറ്റിംഗിലാണ്. കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ. ബില്ലിന്റെ സെയിം കേസാണ്, അതിൽ എന്താണ്, അൺകണ്ടീഷണൽ ഓർഡർ ആണ്. പക്ഷേ പ്രോമിസറി നോട്ട് എന്താണ്, അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആണ്. എന്താണ്, ഏറ്റെടുക്കലാണ്. ഇവിടെ എന്താണ്, ഒരു ഓർഡർ ആണ്. ഇന്ന വ്യക്തിക്ക് ഇത് കൊടുക്കണം എന്നുള്ള ഒരു ഓർഡർ ആണ് പറയുന്നത് ചെക്കിൽ. എന്താണ്, അഡ്രസ്ഡ് ടു എ ബാങ്ക്. ചെക്ക് എപ്പോഴും എന്താണ് കൊടുക്കുന്നത്, നമ്മൾ ബാങ്കിലാണ് കൊടുക്കുന്നത്. അഡ്രസ് ചെയ്യുന്ന എവിടാണ്,
ബാങ്കിലാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. സൈൻഡ് ബൈ ദ പേഴ്സൺ ഹു ഹാസ് ഡെപ്പോസിറ്റഡ് മണി വിത്ത് ദ ബാങ്കർ. നമ്മൾ ഏത് ബാങ്കിലാണോ പൈസ നിക്ഷേപിച്ചിരിക്കുന്നത് ആ ബാങ്കിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ചെക്ക് കൊടുക്കുന്നത്. ആ വ്യക്തി, അവിടെ അക്കൗണ്ട് ഹോൾഡറായ വ്യക്തിയാണ് ചെക്കിൽ എന്ത് ചെയ്യുന്നത്, സൈൻ ചെയ്യുന്നത്. റിക്വസ്റ്റിംഗ് ഹിം ടു പേ ഓൺ ഡിമാൻഡ് എ സർട്ടൻ സം ഓഫ് മണി. എന്താണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഒരു സർട്ടൻ സം ഓഫ് മണി കൊടുക്കാൻ, അതായത് സർട്ടൻ സം ഓഫ് മണി, ആ ചെക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന തുക എത്ര ആണോ അത് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഓർഡർ ആണ്. എന്താണ്, ഒൺലി ടു, ഒന്നെങ്കിൽ അദ്ദേഹത്തിനാകാം, അല്ലെങ്കിൽ അദ്ദേഹം ഓർഡർ ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തിക്ക്, അല്ലെങ്കിൽ ആ വ്യക്തി ആരാണോ ആ ഇൻസ്ട്രുമെന്റ് കയ്യിൽ വെച്ചിരിക്കുന്നത് ആ വ്യക്തിക്ക് കൊടുക്കാനുള്ള ഒരു ഓർഡർ ആണ് ചെക്ക് എന്ന് പറയുന്നത്. ചെക്കിന് മെൻഷൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 6 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലാണ്. അപ്പം ചെക്കിന്റെ പാർട്ടീസിനെ നോക്കാം. ഡ്രോയർ, ഡ്രോയി, പേ. അപ്പൊ നമ്മൾ ചെക്കിന്റെ കേസിൽ എന്താണ്, അക്സെപ്റ്റൻസിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ആ ചെക്ക് നമ്മൾ ആർക്കാണോ എഴുതി സൈൻ ചെയ്യുന്നത് അദ്ദേഹം ബാങ്കിൽ കൊണ്ടു കൊടുത്താൽ ആ ബിയറർക്ക് ക്യാഷ് കളക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അവിടെ എന്തില്ല, ഒരു അക്സെപ്റ്റൻസിന്റെ ആവശ്യകത ഇല്ല. അപ്പം പാർട്ടീസിനെ ചെക്കിലെ പാർട്ടീസിനെ നോക്കാം. എ ഡ്രോയർ, അടുത്തത് ഡ്രോയി, അതുപോലെ തന്നെ പേയി. ഡ്രോയറും ഡ്രോയിയും പേയുമാണ് ചെക്കിലെ പാർട്ടീസ് എന്ന് പറയുന്നത്. ഇനി ചെക്കിന്റെ ഒരു ഫോർമാറ്റ് നമുക്ക് നോക്കാം. ചെക്കിൽ എന്തൊക്കെയാണ് ഉള്ളത്, IFSC കോഡ് ഉണ്ട്, MICR കോഡ് ഉണ്ട്. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങളാണ്. IFSC കോഡ്, IFSC കോഡിലെ 5ാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും എപ്പോഴും. അതുപോലെ തന്നെ MICR കോഡ് 9 ഡിജിറ്റ് ആണ്. IFSC കോഡ് എന്ന് പറഞ്ഞാൽ 11 ഡിജിറ്റ് ആണ്. 11 ഡിജിറ്റ് ആണ്. ഇതൊക്കെ നോക്കി വെച്ചിരിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് CSCBക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ബാങ്കിങ്ങിന്റെ സൈഡിൽ നിന്നാണ് ഈ ചോദ്യമൊക്കെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ദ പ്രസന്റ്മെന്റ് ഫോർ അക്സെപ്റ്റൻസ് ഈസ് റിക്വയർഡ് ഇൻ കേസ് ഓഫ്. അതായത് അക്സെപ്റ്റൻസ് ഏതിനാണ് വേണ്ടത്? നമുക്കറിയാം, ചെക്ക് നമ്മളിപ്പം പറഞ്ഞു വേണ്ട, പ്രോമിസറി നോട്ടിന് നമ്മൾ പറഞ്ഞു വേണ്ട. അപ്പൊ ഏതിനാ, ബില്ലിന് എന്ത് വേണം, ഡെറ്ററുടെ അക്സെപ്റ്റൻസ് വേണം. ക്രെഡിറ്റർ പ്രിപ്പയർ ചെയ്ത് ഡെറ്റർ ചെയ്യുന്ന അക്സെപ്റ്റൻസ് വാങ്ങിയാലേ ഡ്രാഫ്റ്റ് ബില്ല് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാറുകയുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം എ ആണ് ഇതിന്റെ ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യമാണ്, ദ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച്. ഓപ്ഷൻ എ, ദർ ഈസ് നോ പ്രോഫിറ്റ് നോ ലോസ്. ഓപ്ഷൻ ബി, കോൺട്രിബ്യൂഷൻ മാർജിൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. അതുപോലെ തന്നെ ഓപ്ഷൻ സി, ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. ഇതിൽ ഏതാണെന്ന് നോക്കാം. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നാൽ എന്താണ്? ബ്രേക്ക് ഈവൻ പോയിന്റ് ഇസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ടോട്ടൽ കോസ്റ്റ് ആൻഡ് ടോട്ടൽ റവന്യൂ ആർ ഈക്വൽ. അതായത് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും ഈക്വൽ ആകുന്ന പ്രതിഭാസത്തെ അല്ലെങ്കിൽ ആ പറയുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ കോസ്റ്റ്. ഇപ്പൊ നമുക്ക് നോക്കാം, ഒരു 100 രൂപ ചെലവായി, നമുക്കൊരു സാധനം നിർമ്മിക്കാൻ 100 രൂപ ചെലവായി. ആ സാധനം നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് പ്രോഫിറ്റ്, ഇപ്പം 20 രൂപ നമുക്ക് വേണമെന്ന് വെച്ചാൽ 120 രൂപയ്ക്കാണ് അതിന്റെ സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ 100 രൂപയ്ക്ക് തന്നെ ആ സാധനം വിൽക്കുകയാണെങ്കിൽ എന്താണ് അവിടെ ലാഭം? 0. പ്രോഫിറ്റും ഇല്ല, എന്നാ കടമുണ്ടോ? ലോസും ഇല്ല. പ്രോഫിറ്റും ലോസും ഇല്ല, നഷ്ടവും ഇല്ല, ലാഭവും ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. there is no profit, there is no loss. അതുപോലെ തന്നെ the cost and total revenue, അതായത് ചെലവും നമുക്ക് കിട്ടുന്ന ടോട്ടൽ കോസ്റ്റ് റവന്യൂവും തമ്മിൽ ഈക്വൽ ആയിരിക്കും. there is no profit no loss. at this point contribution equals fixed cost. അത് ചോദിക്കാൻ വളരെ 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 സാധ്യതയുള്ളതാണ്. കോൺട്രിബ്യൂഷനും ഫിക്സഡ് കോസ്റ്റും എന്താണ്, ബ്രേക്ക് ഈവൻ പോയിന്റിൽ ഈക്വൽ ആയിരിക്കും. and hence this point is called critical point. ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ മറ്റുള്ള പേരുകളാണ് ക്രിട്ടിക്കൽ പോയിന്റ്, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം പോയിന്റ്, അതുപോലെ തന്നെ ബാലൻസിങ് പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ മറ്റുള്ള പേരുകളാണ് ക്രിട്ടിക്കൽ പോയിന്റ്, ഇക്വിലിബ്രിയം പോയിന്റ്, ബാലൻസിങ് പോയിന്റ്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ സെയിൽസ് അല്ലെങ്കിൽ റവന്യൂവിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേ, കോൺട്രിബ്യൂഷൻ ഈക്വൽസ് ടു ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പം കോൺട്രിബ്യൂഷൻ കിട്ടണമെങ്കിൽ നമുക്ക് റവന്യൂവിൽ നിന്നോ സെയിൽസിൽ നിന്നോ വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കണം. അപ്പൊ എന്ത് കിട്ടും, കോൺട്രിബ്യൂഷൻ കിട്ടും. ആ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് എന്താ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുന്ന സമയത്താണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ മനസ്സിലാകുന്നത്. അപ്പൊ നോക്കാം,
ഇവിടെ പറയുന്നു കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഇവൻ പോയിന്റിൽ കോൺട്രിബ്യൂഷനും ഫിക്സഡ് കോസ്റ്റും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നോക്കാം, ഇവിടെ നമുക്ക് സെയിൽസ് ഓർ റവന്യൂ 100 എടുത്താൽ വേരിയബിൾ കോസ്റ്റ് ഒരു 40 എടുത്താൽ ഇവിടെ കോൺട്രിബ്യൂഷൻ എത്ര വരുന്നത്? 60 വരുന്നത്. 100 40 പറയുമ്പോൾ 60. അപ്പൊ കോൺട്രിബ്യൂഷൻ 60 വന്നു. അപ്പം ഇവിടെ ബ്രേക്ക് ഇൻ പോയിന്റിൽ എന്താണ് പറയുന്നത്? ബ്രേക്ക് ഇൻ പോയിന്റിൽ രണ്ടും ഈക്വൽ ആണ്. എന്താണ്? കോൺട്രിബ്യൂഷനും ഫിക്സഡ് കോസ്റ്റും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. സോ ഈ ഫിക്സഡ് കോസ്റ്റ് ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാവുമോ? പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അതായത് സെയിൽസ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് 100 എടുത്താൽ വേരിയബിൾ കോസ്റ്റ് 40 എടുത്താൽ കോൺട്രിബ്യൂഷൻ എത്ര വരും? സെയിലിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ 60 വരും. ആ 60 നിന്നും ഫിക്സഡ് കോസ്റ്റും കോൺട്രിബ്യൂഷനും സെയിം ആണെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് എന്താണ്? 0 ആണ്. ആ പറഞ്ഞ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്? കോൺട്രിബ്യൂഷനും ഫിക്സഡ് കോസ്റ്റും സെയിം ആണ്, ഈക്വൽ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം രണ്ടാമത്തെ പോയിന്റ് എന്താ? കോൺട്രിബ്യൂഷൻ ഈക്വൽ ഫിക്സഡ് കോസ്റ്റ്, ഹെൻസ് ദിസ് പോയിന്റ് ഈസ് കോൾഡ് ബ്രേക്ക് ഈവൻ പോയിന്റ്. there is no profit no loss. അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് ആൻഡ് ടോട്ടൽ റവന്യൂ ആർ ഈക്വൽ. മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഒന്ന് നോക്കാം, ദ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് there is no profit no loss. ശരിയാണ്. അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ മാർജിൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ടോട്ടൽ റവന്യൂ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് ഈക്വൽ ആണ്. അപ്പൊ എന്താണ് ഇതിലെ അഞ്ചാമത്തെ? ഓൾ ഓഫ് ദീസ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് റെഫേർഡ് ടു ആസ് ഡാഷ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എക്സസ് ഓഫ് ആക്ച്വൽ സെയിൽസ് ഓർ ഫിക്സഡ് എക്സ്പെൻസ്. ഓപ്ഷൻ ബി എക്സസ് ഓഫ് ആക്ച്വൽ സെയിൽസ് ഓവർ വേരിയബിൾ എക്സ്പെൻസ്. ഓപ്ഷൻ സി എക്സസ് ഓഫ് ആക്ച്വൽ സെയിൽസ് ഓവർ ബ്രേക്ക് ഈവൻ അനാലിസിസ്. എക്സസ് ഓഫ് ബഡ്ജറ്റഡ് സെയിൽ ഓവർ ഫിക്സഡ് അസറ്റ്. നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് മനസ്സിലാക്കുക. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ദ എക്സസ് ഓഫ് സെയിൽസ് ഓവർ ബ്രേക്ക് ഈവൻ സെയിൽസ് ഓർ ബ്രേക്ക് ഈവൻ അനാലിസിസ്. എന്താണ് എക്സസ് ഓഫ് സെയിൽസ്? സെയിൽസ് കൂടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. നേരത്തെ നമ്മൾ പറഞ്ഞു റവന്യൂ കൂടുകയാണെങ്കിൽ, അതായത് നമ്മളെ ഇൻകം അതായത് റവന്യൂ കൂടുകയാണെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസിനെക്കാളും നമുക്ക് എന്തുണ്ടാകും? പ്രോഫിറ്റ് കൂടും. അതായത് ഇറ്റ് ഈസ് ദ മാർജിൻ അറ്റ് വിച്ച് ദ കൺസേൺ ഈസ് സേഫ് ഫ്രം ദ വ്യൂ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിന്റെ വ്യൂവിൽ എന്താണ് ഒരുപാട് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രോഫിറ്റ് വളരെയധികം കൂടും മാർജിൻ ഓഫ് സേഫ്റ്റി കൂടുകയാണെങ്കിൽ. എന്താണ് അതെന്ന് പറഞ്ഞാൽ? സെയിൽസ് കൂടുകയാണ്. ബ്രേക്ക് ഈവൻ പോയിന്റിനെക്കാളും മുകളിലേക്ക് നമുക്ക് റവന്യൂ ഉണ്ടാവുകയാണ്. അതിനെയാണ് നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കാം, ഇറ്റ് ഈസ് ദ മാർജിൻ അറ്റ് വിച്ച് ദ കൺസേൺ ഈസ് സേഫ്. അതായത് കൺസേൺ മാർജിൻ ഓഫ് സേഫ്റ്റി എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ആ ബിസിനസ് കൺസേൺ സേഫ് ആണെന്ന് പറയാം. അതായത് അതിന് എത്രത്തോളം ഇൻകം ലഭിക്കുന്നു എന്ന് പറയാം. The higher is the margin of safety, the more is the profitability of the concern. അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി കൂടുന്നതനുസരിച്ച് പ്രോഫിറ്റബിലിറ്റി എന്ത് ചെയ്യും? കൺസേണിന്റെ കൂടും. അതുപോലെ തന്നെ എ ലോ മാർജിൻ ഇൻഡിക്കേറ്റ്സ് ലോ പ്രോഫിറ്റബിലിറ്റി. അതായത് ലോ മാർജിൻ, അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി കുറവാണെങ്കിൽ അർത്ഥം ഉണ്ടാകും പ്രോഫിറ്റബിലിറ്റിയും കുറവായിരിക്കും. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. സെയിൽസിൽ നിന്നും ബ്രേക്ക് ഈവൻ സെയിൽസ് കുറയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടുന്നത്. നമുക്കറിയാം സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റവന്യൂ ആണ്, അല്ലെങ്കിൽ നമുക്കൊരു ഇൻകം ആണ് ബിസിനസിനെ സംബന്ധിച്ച്. അതിൽ നിന്നും ബ്രേക്ക് ഈവൻ സെയിൽസ് കുറച്ച് കഴിയുമ്പോൾ, അതായത് സെയിൽസ് കൂടുകയാണെങ്കിൽ, സെയിൽസ് ക്രമാതീതമായി ഇൻക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ ഇതാണ് ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതായത് സെയിൽസ് റവന്യൂ കൂടും, ബ്രേക്ക് ഈവൻ സെയിൽസ് കുറയും. സോ നമ്മളെ പ്രോഫിറ്റിലാണ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലോ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലോ പ്രോഫിറ്റബിലിറ്റിയും ഹയർ ആണെങ്കിൽ ഹയർ പ്രോഫിറ്റബിലിറ്റിയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം ആണ്. ആ പ്രോബ്ലം എന്താണെന്ന് നോക്കാം. ഇഫ് ദ റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 20% ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ദ സെയിൽ ഈസ് 1 lakh, ദ എമൗണ്ട് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഡാഷ് എന്നാണ് ചോദ്യം. അപ്പം ഇവിടെ എന്താണ്? ഒരു പെർസെന്റേജ് റിലേഷൻഷിപ്പ് ആണ് ഇവിടെ പറയുന്നത്. എന്തിന്റെയൊക്കെയാണ്? ഗ്രോസ് പ്രോഫിറ്റിന്റെയും കോസ്റ്റിന്റെയും അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസിന്റെയും ഒരു പെർസെന്റേജ് റിലേഷൻഷിപ്പ് ആണ് ഇവിടെ പറയുന്നത്. അതായത് പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് പ്രോഫിറ്റ്. അതായത് ഗ്രോസ് പ്രോഫിറ്റ് ബൈ CP, അതായത് കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇതാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്തിന്റെയാണ്? കോസ്റ്റ് പ്രൈസ്, പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഗ്രോസ് പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100. അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ളതാണ് ഗ്രോസ് പ്രോഫിറ്റ് ബൈ SP ഇൻറ്റു
ഗ്രോസ് പ്രോഫിറ്റ് ബൈ എസ് പി ഇൻറ്റു 100 ആണ് നമുക്ക് എന്ത് പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസിന്റെ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പം ഈ ഒരു കേസിൽ ദ പ്രോഫിറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെന്റേജ് ഓഫ് കോസ്റ്റ്, അതായത് പെർസെന്റേജ് ഓഫ് കോസ്റ്റിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ദ കോസ്റ്റ് പ്രൈസ് ഈസ് ടേക്കൺ ആസ് 100. അവിടെ സി പി എന്തായിരിക്കണം? 100 ആക്കി എടുക്കണം. നമ്മൾ പെർസെന്റേജ് റിലേഷനാണ് കാണുന്നത് എങ്കിൽ അവിടെ കോസ്റ്റ് പ്രൈസിനെ നമ്മൾ എപ്പോഴും 100 ആക്കി എടുക്കണം. നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം, നോക്കാം. ഹിയർ ഇപ്പൊ എന്താണ് പറയുന്നത്? നമുക്കിവിടെ അപ്പം ഇവിടെ കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സി പി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ 100 ആയിട്ട് സി പി എടുക്കണം. സെല്ലിംഗ് പ്രൈസിൽ പോകുമ്പോൾ എസ് പി എങ്ങനെ എടുക്കുമെന്ന് നോക്കാം. സെല്ലിംഗ് പ്രൈസ് നമുക്കറിയാം. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്. കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? സെല്ലിംഗ് പ്രൈസ് ഉണ്ടാകുന്നത്. അപ്പം കോസ്റ്റ് പ്രൈസിനെ 100 എടുത്താൽ ഇവിടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഇവിടെ 100 ആയിട്ട് എടുക്കണം കോസ്റ്റ് പ്രൈസിനെ. നമുക്ക് നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നു 20% പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു, നമുക്ക് കണ്ടുപിടിക്കാൻ 20% ഏതാണ്? 20% പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു ഡാഷ് പെർസെന്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്. എത്രയാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം 20% ഓഫ് കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു ഡാഷ് പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ്. എന്താണ് അവിടെ? കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസിന്റെ പെർസെന്റേജും ഈക്വൽ ആണ്. അവിടെ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ആണ്. ഗ്രോസ് പ്രോഫിറ്റ് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് 20% ഓൺ സി പി ആയാലും ഡാഷ് പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ എസ് പി ആയാലും അത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്കറിയാം എസ് പി എന്ന് പറഞ്ഞാൽ സി പി, കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? കോസ്റ്റ് പ്രൈസിന് നമ്മൾ നേരത്തെ പറഞ്ഞു 100 ആക്കി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം കോസ്റ്റ് പ്രൈസിനെ 100 ആക്കി എടുക്കുമ്പോൾ നമുക്കറിയാം കോസ്റ്റ് പ്രൈസിന്റെ 20% പ്രോഫിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം പ്ലസ് 20, അതായത് 100 പ്ലസ് 20 120. അതാണ് നമ്മൾ എസ് പി ആയിട്ട് എടുക്കേണ്ടത്. എസ് പി എന്ന് പറഞ്ഞാൽ 120 ആണ്. കോസ്റ്റ് പ്രൈസ് നമ്മൾ 100 ആക്കി എടുക്കുന്നു. 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. 100ന്റെ 20% 20. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര? 120 എന്ന് പറയും. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസിന്റെ പെർസെന്റേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഗ്രോസ് പ്രോഫിറ്റ് ബൈ സെല്ലിംഗ് പ്രൈസ് നമുക്ക് കിട്ടും. അപ്പൊ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് എത്ര എന്ന് കിട്ടും? 20 എന്ന് കിട്ടും. സെല്ലിംഗ് പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ചു 120. അപ്പം 20/120 എന്ന് പറയുമ്പോൾ 1/6 എന്ന് പറഞ്ഞ് കിട്ടും. അതായത് 1/6 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ ഈ 1/6 ആണ് നമുക്ക് സെല്ലിംഗ് പ്രൈസിന്റെ 1/6 കൊണ്ട് ചെയ്യുമ്പോൾ, സെല്ലിംഗ് പ്രൈസിനെ 1/6 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. നമുക്ക് നോക്കാം. 20% ഓൺ സി പി ഈസ് ഇക്വൽ ടു 1/6 ഓഫ് പ്രോഫിറ്റ് ഓഫ് എസ് പി. 1/6 ഓഫ് പ്രോഫിറ്റ് ഓൺ എസ് പിക്ക് ഈക്വൽ ആണ് എന്ന് കിട്ടി. അതെന്താണ്? 20% ഓഫ് പ്രോഫിറ്റ് ഓഫ് സി പി എന്നുള്ളത്. അപ്പൊ നമുക്ക് കിട്ടും 1 ലക്ഷം. നമുക്ക് എസ് പി നമ്മളെ ക്വസ്റ്റ്യനിൽ 1 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ലക്ഷം എന്ന് നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 1 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്താ? എസ് പി ഇവിടെ നോക്കാം. എസ് പി എന്താണ്? 1 ലാക്ക് ആണെന്ന് പറഞ്ഞിട്ടു. 1 ലാക്കിന്റെ 1/6 കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/6 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 16,667. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് പെർസെന്റേജ് റിലേഷൻഷിപ്പ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ 25,000, 16,667 ഇതാണ് ആൻസർ. ബാക്കിയൊന്നും ആൻസർ അല്ല. അപ്പം പെർസെന്റേജ് റിലേഷൻ കൃത്യമായി മനസ്സിലായി വിചാരിക്കുന്നു. അത് 2-3 വട്ടം കേൾക്കുമ്പോഴേ ആ റിലേഷൻഷിപ്പ് മനസ്സിലാകുകയുള്ളൂ. ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ഇനി ഇതിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം വരാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ് പെർസെന്റേജ് റിലേഷൻഷിപ്പിൽ നിന്ന്. അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കുക. ഇന്നത്തെ ക്ലാസ് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്ന് എന്തായാലും വരുന്ന അസിസ്റ്റന്റിന് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ CSEBക്കും ഈ ക്ലാസ് കൊണ്ട് പ്രയോജനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിലേക്ക് കാണും വരെ താങ്ക് യു.